Hi guys, welcome to my YouTube channel. This is my very first YouTube video. ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ആക്നി സ്റ്റോറിയാണ്. ലൈക്ക് ഒരു 2020 തൊട്ട് 2026 വരെയുള്ള എൻ്റെ ഒരു ആക്നി സ്റ്റോറിയാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങളപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇവൾ എന്ത് ആക്നി ട്രാൻസ്ഫോർമേഷൻ ചെയ്യാനാണ്, ഇവളുടെ മുഖത്ത് ഇപ്പോഴും കുരുക്കളും പാടുകളും ആണല്ലോ എന്ന്. യെസ്, സ്റ്റിൽ ഐ ഹാവ്. എനിക്കിപ്പോഴും മുഖത്ത് കുരുവും വരാറുണ്ട്, പാടുകളും വരാറുണ്ട്. പക്ഷേ ഇതെല്ലാം മാറ്റിയെടുത്തൊരു സമയം ഉണ്ടായിരുന്നു. ഞാനപ്പം നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആ സ്റ്റോറിയാണ്. ഞാൻ എങ്ങനെ എൻ്റെ മുഖത്തെ കുരുവും പാടുകളും മാറ്റിയെടുത്തു, പിന്നെയും എന്തുകൊണ്ട് എൻ്റെ മുഖത്ത് കുരുവും പാടും വന്നു എന്നുള്ള കഥയാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. 20 വയസ്സ് തൊട്ടാണ് എൻ്റെ മുഖത്ത് കുരു വരാൻ തുടങ്ങിയത്. അതും നല്ല ആനാന കുരുക്കൾ വന്നിട്ട് ആ കുരു ഇങ്ങനെ പഴുത്ത് പൊട്ടി കറുത്ത പാടായിട്ട് ഇങ്ങനെ മുഖത്ത് കിടക്കും. അതിങ്ങനെ ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ ഇപ്പം വളരെ കുറവാണ്. പണ്ട് എനിക്ക് മുഖം നിറച്ച് ഇന്ന ഭാഗം എന്നൊന്നുമില്ല, മുഖം നിറച്ച് ഇങ്ങനെ കുരു വന്നിട്ട് അത് കുരു വന്ന് പൊട്ടി ആ കറുത്ത പാട് അങ്ങനെ തന്നെ കിടക്കും. ആ കറുത്ത പാട് പയ്യെ ഒന്ന് മങ്ങി വരാൻ നേരം അതേ സ്ഥലത്ത് അടുത്ത കുരു വരാൻ തുടങ്ങും. ഇതായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട്, ഇത്രയും വർഷമായിട്ട് ഇങ്ങനെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് മുഖത്ത് കുരു വരുമായിരുന്നു. ഞാനപ്പം ഉപയോഗിക്കാത്ത സിറങ്ങളില്ല, ഞാൻ ട്രൈ ചെയ്യാത്ത നാച്ചുറൽ റെമഡീസ് ഇല്ല. ഞാൻ കുറേ നാച്ചുറൽ റെമഡീസ് ട്രൈ ചെയ്തിട്ടുണ്ട്. രക്തചന്ദനം അരച്ചിടുന്നു, പേരയില അരച്ചിടുന്നു, ആര്യവേപ്പിലയും തൈരും തേനും, അങ്ങനെ കുറേ മഞ്ഞളിൻ്റെ പൊടി, കസ്തൂരി മഞ്ഞൾ, അങ്ങനെ കുറേ നാച്ചുറൽ റെമഡീസ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ നാച്ചുറൽ റെമഡീസൊക്കെ എനിക്ക് വർക്കായ റെമഡീസും ഉണ്ട്. പക്ഷേ എങ്കിലും ഇത് വരും പോകും, പിന്നെയും വരും. നമുക്കപ്പോൾ അറിയില്ല ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു പോകുന്നു എന്നുള്ള കാര്യം നമുക്കറിയില്ല. പിന്നെ ഞാൻ കുറേ സിറംസ് ട്രൈ ചെയ്തു. ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന നിയാസിനാമൈഡ്, കോജിക് ആസിഡ്, ബ്ലാക്ക് മാർക്സ് മാറാനുള്ളത്, ആൽഫ ആർബൂട്ടിൻ, അങ്ങനെ കുറേ ബ്രാൻഡ്സിൻ്റെ കുറേ സിറംസ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് മാറി മാറി ട്രൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് കുരു വന്നു പോകുന്നത് കൊണ്ട് എനിക്കിതൊക്കെ വർക്കായോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വരുമ്പം നമുക്ക് പറ്റുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ കോൺഫിഡൻസിനെ കയറി ഇതങ്ങ് അഫക്റ്റ് ചെയ്യും. പിന്നെ എനിക്കങ്ങ് വല്ലാണ്ടൊരു പുറത്തോട്ട് പോകാൻ തന്നെ ഒരു മടിയായി. ആൾക്കാർ കാണുന്നവരെല്ലാം ചോദിക്കുന്നത്, അയ്യോ ഇതെന്താ ഇത്രയും കുരു, ഇതെന്താ ഒന്നും ചെയ്യുന്നില്ലേ, അതരച്ചിട് ഇതരച്ചിട്, അത് പോവും ഇത് പോവും. ഇത് കേട്ട് കേട്ട് തന്നെ നമ്മുടെ തന്നെ തലയ്ക്കൊരു മരവിപ്പ് പിടിക്കും. പിന്നെ എനിക്കങ്ങ് വല്ലാത്തൊരു ഇതായിട്ട് ഞാൻ ലാസ്റ്റ് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ തീരുമാനിച്ചു. ഓക്കെ, ഡെർമറ്റോളജിസ്റ്റിനെ കാണാമെന്ന് വെച്ച് പോയി ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടു. അപ്പോൾ എനിക്ക് ഡോക്ടർ ഒരു ഗുളിക കഴിക്കാൻ തന്നു. അത് പക്ഷെ ഒരു ടൈപ്പ് ഗുളികയായിരുന്നു. അതെന്ത് ഗുളികയെന്നൊന്നും എനിക്കറിയില്ല. ഗുളിക കഴിക്കാൻ തന്നു, ഡോക്ടർ എന്നാലും നമ്മൾ കഴിക്കുന്നു. പക്ഷെ അത് ആദ്യത്തെ ദിവസം കഴിച്ചു, രണ്ടാമത്തെ ദിവസം കഴിച്ചു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ മൂന്നാമത്തെ ദിവസം കഴിച്ചപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വയറുവേദനയാണ്. ഇത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, എന്തോ ഒരു റിയാക്ഷൻ ആയിരിക്കും എന്താണെന്നല്ല, എനിക്ക് ഭയങ്കര വയറുവേദന വന്നു. പിന്നെ ഞാനതങ്ങ് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ എനിക്ക് ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ പോകാനും പേടിയായി. ഇപ്പം മുഖത്ത് കുരു വന്നെങ്കിൽ ആദ്യം എല്ലാവരും പറയുന്നത് ഒന്നും ചെയ്തിട്ട് കാര്യമില്ലെന്നുണ്ടെങ്കിൽ ഡോക്ടറെ പോയി കാണുമെന്ന് പറയും. ഡോക്ടറെ പോയി കണ്ടപ്പം ഡോക്ടർ തന്ന ഗുളിക കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വയറുവേദന, അതിസഹനീയമായ വയറുവേദന വന്നപ്പോൾ പിന്നെ ഞാനതങ്ങ് നിർത്തി. പിന്നെ ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന സിറംസ് യൂസ് ചെയ്യാൻ തുടങ്ങി, മിനിമലിസ്റ്റ്, അങ്ങനെ കുറേ ബ്രാൻഡുകളുടേത് ഞാൻ യൂസ് ചെയ്തു. പക്ഷേ എനിക്ക് എൻ്റെ മുഖത്ത് എൻ്റെ സ്കിന്നിന് മാറ്റങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ഞാൻ എല്ലാ സിറംസും ഞങ്ങൾ യൂസ് ചെയ്യുന്ന അങ്ങ് നിർത്തി. പിന്നെ എനിക്ക് എൻ്റെ ഒരു കസിൻ സജസ്റ്റ് ചെയ്തിട്ട് ഒരു ഡോക്ടർ പറഞ്ഞു, ഒരു ഡെർമറ്റോളജിസ്റ്റിനെ സജസ്റ്റ് ചെയ്തു. ആ ഡെർമറ്റോളജിസ്റ്റിനെ പോയി കണ്ടു. ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റേത് ഹോർമോണൽ ആക്നീസ് ആണ്. പക്ഷേ എനിക്ക് പീരിയഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസോ PCOD അങ്ങനത്തെ ഒന്നുമില്ല. പക്ഷേ എനിക്ക് ഹോർമോണൽ ആക്നീസ് ആണ് ഉള്ളതെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ ഈ ഹോർമോണൽ ആക്നീസ് വരും പോകും, പിന്നെയും വരും. ഇത് ട്രീറ്റ് ചെയ്തേ പറ്റൂ. ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ മുഖത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രായം വരെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഡോക്ടർ എനിക്കൊരു ഗുളിക തന്നു. ആ ഗുളിക തന്നപ്പോൾ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ കഴിഞ്ഞ വട്ടം ഒരു ഡോക്ടർ തന്നപ്പോൾ എനിക്ക് വയറുവേദനയായിരുന്നു. പക്ഷേ ഡോക്ടർ പറഞ്ഞു ഇത് കഴിച്ചോ കുഴപ്പമൊന്നും വരില്ല പറഞ്ഞു. ടാബ്ലറ്റ് തന്നു. ഒരു 15 ദിവസത്തേക്കായിരുന്നു ടാബ്ലറ്റ് തന്നെ. ടാബ്ലറ്റ് കഴിച്ചു. ടാബ്ലറ്റ് കഴിച്ചപ്പം ആ വരുന്ന കുരുക്കളങ്ങ് കുറച്ചങ്ങ് ഒതുങ്ങി. അത് കഴിഞ്ഞ് ഡോക്ടർ എനിക്ക് തന്നൊരു ക്രീമാണ് ഈ ക്രീം, ക്ലിൻഡാമൈസിൻ ക്രീം. ആക്ച്വലി എനിക്ക് തന്നത് എന്തിനാന്ന് പറഞ്ഞാൽ കുരു വരുമ്പോൾ കുരു ഇങ്ങനെ പഴുത്തിങ്ങനെ ഒരു വൈറ്റ് കളറിൽ വന്നിരിക്കുമല്ലോ, അതിൽ തേക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ എനിക്ക് ഈ ക്രീം തന്നത്. ഇത് നമ്മുടെ ബ്ലാക്ക് മാർക്സിനെ ഒന്നും കുറയ്ക്കത്തൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞു ഇത് കുരു വരുമ്പം അതിലിങ്ങനെ സ്പോട്ട് ട്രീറ്റ്മെൻറ്റ് പോലെ അപ്ലൈ ചെയ്യാനാണ് ഈ ക്രീം എനിക്ക് തന്നത്. ആക്ച്വലി ദിസ് ഈസ് എ വെരി ഗുഡ് ക്രീം. ലൈക്ക് ഇത് നമ്മൾ ഇങ്ങനെ രാത്രിയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോൾ ആ കുരുവിൻ്റെ ആ ഒരു എനിക്ക് തോന്നുന്നു ഇത് ചിലപ്പോൾ ഒരു ആൻറ്റിബയോട്ടിക് പോലെ എന്തെങ്കിലും ആക്ട് ചെയ്യുന്ന സാധനമായിരിക്കും. ഇത് നല്ലൊരു ക്രീമായിട്ട് എനിക്ക് തോന്നി. കുരു വരുമ്പോൾ അതിൻ്റെ പുറത്ത് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അത് കുരു പെട്ടെന്ന് ഉണങ്ങാൻ സഹായിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്.
പിന്നെ എനിക്ക് തന്നൊരു ക്രീമാണ് ഈ ക്രീം, ട്രെറ്റിനോയിൻ. ഇത് രാത്രിയിൽ കിടക്കാൻ നേരം മുഖം ഫുള്ള് തേച്ച്, എൻ്റെ അടുത്ത് ഞാനിങ്ങനെ കുറേ വീഡിയോ ഒക്കെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇങ്ങനെ ഇത്ര എമൗണ്ട് തേക്കണം അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു ഇത് മുഖം ഫുള്ള് തേച്ചിട്ട് കടന്നോളാൻ പറഞ്ഞു. കണ്ണിൻ്റെയും ഈ ചുണ്ടിൻ്റെ ഈ ഭാഗം മാത്രം ഒഴിവാക്കുക, ബാക്കി മുഖം ഫുള്ള്. ഇത് എൻ്റെ മുഖത്ത് ഫുള്ള് ഗുരുവായോണ്ടായിരിക്കും ഡോക്ടർ അങ്ങനെ പറഞ്ഞത്, അത് വേറെ കാര്യം. ഇത് മുഖം ഫുള്ള് തേച്ചിട്ട് കടന്നോളാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ തേച്ചിട്ട് കിടന്നപ്പോൾ എനിക്ക് നല്ല മാറ്റം ഉണ്ടായി. ഞാനൊരു കണ്ടിന്യൂസ് ആയിട്ട് 1 മന്ത് അങ്ങനെ ചെയ്തപ്പോൾ എൻ്റെ മുഖത്തെ കറുത്ത പാടുകൾ, പിന്നെ ഇവിടെയൊക്കെയുള്ള പിഗ്മെൻറ്റേഷനൊക്കെ കുറയുന്ന പോലെ നല്ലപോലെ തോന്നി. ഇത് നല്ലൊരു ക്രീമാണ്, പക്ഷെ ഇത് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിലേ കിട്ടുമെന്ന് തോന്നുന്നു. എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. പക്ഷേ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ള കാര്യം, നിങ്ങളുടെ മുഖത്ത് കുരു ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണുക. ആ ഡെർമറ്റോളജിസ്റ്റ് പറയുന്നത് ഫോളോ ചെയ്യുക. നമ്മുടെ മുഖത്തിൻ്റെ പ്രശ്നം എന്താണ്, ആദ്യം നമ്മുടെ കുരു ഏത് ടൈപ്പാണ്. ചിലർക്ക് ഈ തലമണ യൂസ് ചെയ്യുന്നതുകൊണ്ട്, തലയിൽ ഡാൻഡ്രഫ് ഉള്ളതുകൊണ്ട്, ഓയിലി ഫുഡ് കഴിക്കുമ്പം, അങ്ങനെ പല ടൈപ്പിലായിരിക്കും ഓരോരുത്തർക്ക് കുരു വരിക. എൻ്റേത് ഹോർമോണൽ ആക്നെ ആയിരുന്നത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനൊരു ഇത് ചെയ്യേണ്ട വന്നത്. പിന്നെ എന്തുകൊണ്ട് എൻ്റെ മുഖത്ത് പിന്നെയും ഈ കുരുക്കളും ഇതും തിരിച്ചു വന്നു എന്ന് ചോദിച്ചാൽ, എൻ്റെ വർക്ക് പ്രഷർ കാരണവും എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ലൈഫ്, അതായത് വർക്ക് റിലേറ്റഡ് തിങ്സ് വരുമ്പോൾ സ്ട്രെസ്സൊക്കെ കൂടുന്നതുകൊണ്ട് എനിക്ക് ഹോർമോൺസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ അറിയില്ല, അങ്ങനെ പിന്നെ എനിക്ക് കുരുക്കൾ വരാൻ തുടങ്ങി. ഈവൻ ഞാൻ ഈ ക്രീം സ്റ്റോപ്പ് ചെയ്തു, എനിക്ക് ഉപയോഗിക്കാൻ പറ്റാണ്ടായി. എൻ്റെ വർക്ക് പ്രഷർ കാരണം എനിക്ക് എൻ്റെ സ്കിൻ കെയർ ചെയ്യണമെന്നോ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലോട്ട് വന്നുകൊണ്ട് ഞാൻ എല്ലാം സ്റ്റോപ്പ് ചെയ്തുകൊണ്ടാണ്. എൻ്റെ ഇത് ഹോർമോണൽ ആക്നീസ് ആയതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് കുരു വരാൻ തുടങ്ങി. ലാസ്റ്റ് 2 വീക്സ് ആയിട്ട് എഗെയിൻ ഞാൻ സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്. ആക്ച്വലി ദിസ് ഈസ് എ വെരി ഗുഡ് ക്രീം. എനിക്ക് പറയാനുള്ളത്, നമുക്ക് എല്ലാവർക്കും ഒരു പ്രായമാകുമ്പോൾ കുരു വരുമായിരിക്കും. ചില സ്കിന്ന് വരില്ല, ജനറ്റിക്സ് ആയിരിക്കാം, എന്തായിരിക്കും അറിയില്ല. പക്ഷെ നമുക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും കുരുക്കൾ വരാറുണ്ട്. അത് നമ്മുടെ കോൺഫിഡൻസിനെ ഒന്നും അഫക്റ്റ് ചെയ്യാൻ പാടില്ല. ആക്ച്വലി നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക, നമ്മുടെ മുഖത്ത് വരുന്ന കുരു നമുക്ക് മാറ്റാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കുക. ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക, ഫോളോ ചെയ്യുക. നമ്മുടെ മുഖത്ത് കുരുവൊക്കെ ഒരു ദിവസം മാറി. എന്തായാലും ഇതൊക്കെ ഒരു പ്രായം വരെയല്ലേ ഉള്ളൂ, നമുക്ക് നോക്കാം. ഇതാണ് ആക്ച്വലി എൻ്റെ സ്റ്റോറി. പക്ഷേ എനിക്ക് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം, നമ്മുടെ മുഖത്ത് കുരു വരുവാണെങ്കിലും എവ്രി വൺ ആർ ബ്യൂട്ടിഫുൾ ഇൻ ദെയർ ഓൺ വേ. എല്ലാവരും ഒരു രീതിയിൽ, കറുത്തതായിക്കോട്ടെ വെളുത്തായിക്കോട്ടെ, എല്ലാവരും ഒരു രീതിയിൽ, എല്ലാവർക്കും ഓരോ തരത്തിലുള്ളൊരു സൗന്ദര്യമുണ്ട്. ബി ഹാപ്പി ഫോർ ദാറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.